വെൽക്കം ബാക്ക് ടു എഡ്വേ. എല്ലാവരും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നില്ലേ? ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് പൈത്തൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങളായിരുന്നു. എന്താണ് പൈത്തൺ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പ്രോഗ്രാം നമ്മൾ റൺ ചെയ്തിരുന്നു. പ്രിൻ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് റൺ ചെയ്തത്. ഈ പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമ്മൾ ഇനിയും ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഈ പ്രിൻറ്റിനെ നമുക്ക് കുറച്ച് കൂടുതൽ പഠിക്കണം. അതായത് നേരത്തെ പഠിച്ച ചെറിയ രീതിയിൽ മാത്രം പഠിച്ചാൽ പോരാ, കുറച്ചും കൂടെ കാര്യമായിട്ട് പഠിക്കണം. അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പെട്ടുപോകും. അപ്പോൾ നമുക്ക് പ്രിൻ്റ് ഫംഗ്ഷൻ എന്താണെന്ന് കുറച്ചും കൂടെ എളുപ്പത്തിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെർമിനൽ വിൻഡോ ഓപ്പൺ ചെയ്യാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം നമ്മൾ ഇൻ്റർപ്രിറ്ററിനെ ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ പൈത്തൺ 3 എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. പൈത്തൺ 3 എന്ന് ടൈപ്പ് ചെയ്ത് ഇൻ്റർപ്രിറ്ററിലേക്ക് നമ്മൾ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഇൻ്റർപ്രിറ്റർ വിൻഡോ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ലൈൻ കോഡ് അടിച്ചാൽ ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ലൈൻ കോഡ് അടിക്കാനുള്ള ഇൻ്റർപ്രിറ്റർ വിൻഡോ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുക? നമുക്ക് ജസ്റ്റ് വെറുതെ ഹലോ എന്ന് വെറുതെ പ്രിൻ്റ് ചെയ്യിക്കാം. കമ്പ്യൂട്ടറിനെ കൊണ്ട് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പ്രിൻ്റ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് തുറന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. നമ്മൾ ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുന്നു, ജസ്റ്റ് എൻ്റർ അടിക്കുന്നു, ഹലോ എന്ന് പ്രിൻ്റ് ആയി വന്നു അല്ലേ? അത്രയും സിമ്പിളാണ്. നമ്മൾ വെറുതെ ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒരു പ്രിൻ്റ് എന്ന് എഴുതി അതിൻ്റെ ഉള്ളിൽ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ ഒരു ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, പ്രിൻ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞ് ഇൻവെർട്ടഡ് കോമാസ് ഇട്ടു, അതിൻ്റെ ഉള്ളിൽ കാര്യം എഴുതി നമ്മൾ എല്ലാം ക്ലോസ് ചെയ്തു, ഇൻവെർട്ടഡ് കോമാസും ബ്രാക്കറ്റ്സും ഒക്കെ ക്ലോസ് ചെയ്തു, എൻ്റർ അടിച്ചു, നമ്മുടെ ഔട്ട്പുട്ട് വന്നു. നമ്മുടെ ഔട്ട്പുട്ട് ഹലോ എന്ന് വന്നു. ഇനി ഹലോ എന്ന് മാത്രമാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഹലോ വെൽക്കം ടു എഡ്വെയർ എന്നാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിലോ? അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ടല്ലേ, രണ്ട് സ്ട്രിങ്ങുകളുണ്ട്. ഓക്കെ, സ്ട്രിങ് എന്താണെന്ന് പറയാം. ഞാനിപ്പോൾ ഹലോ വെൽക്കം ടു എഡ്വെയർ എന്ന് പ്രിൻ്റ് ചെയ്യിക്കാൻ പോവാണ്. അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് പ്രിൻ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹലോ എന്ന് എഴുതി ഇൻവെർട്ടഡ് കോമാസ് ക്ലോസ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം അല്ലേ? ഹലോ മാത്രം എഴുതിയാൽ പോരാ, എന്ത് ചെയ്യണം? വെൽക്കം ടു എഡ്വെയർ എന്ന് കൂടി എഴുതണം. അപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു കോമ അതിൻ്റെ ഉള്ളിൽ ഇടുന്നു. ഈ പ്രിൻ്റ് ഫംഗ്ഷൻ്റെ ഒരു കാര്യം, ഒരു സ്ട്രിങ്, അതായത് ഹലോ എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറയുന്നത് കുറേ നമ്പറുകളും അതേപോലെ ലെറ്റേഴ്സൊക്കെ കൂടിയ ഒരു കൂട്ടം, ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് എന്താണെന്ന് കറക്റ്റായിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ പഠിക്കാം. പക്ഷേ എങ്കിലും അത് ജസ്റ്റ് സ്ട്രിങ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു സ്ട്രിങ് ആണ് ഹലോ എന്ന് പറയുന്നത്. അടുത്തൊരു കാര്യം എന്താണ്? വെൽക്കം ടു എഡ്വെയർ എന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം ടു എഡ്വെയർ എന്ന് പറയുന്ന ഒരു സ്ട്രിങ്ങും കൂടി നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ രണ്ട് സ്ട്രിങ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്ട്രിങ് ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാതെ തന്നെ ഒരു കോമ ഇട്ടതിന് ശേഷം നമ്മൾ അടുത്ത ഇൻവെർട്ടഡ് കോമാസ് സ്റ്റാർട്ട് ചെയ്യാണ്, അടുത്ത സ്ട്രിങ് എന്നുള്ള രീതിയിൽ. അതിൽ വെൽക്കം ടു എഡ്വെയർ എന്ന് എഴുതുന്നു. വെൽക്കം ടു എഡ്വെയർ എന്ന് എഴുതി നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാല്ല, ഇൻവെർട്ടഡ് കോമാസ് ക്ലോസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് സ്ട്രിങ് ഉണ്ട്. നമ്മൾ പ്രിൻ്റ് ഹലോ എന്ന് എഴുതി, ഹലോ എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ആണ്, ഒരു ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ, അത് കഴിഞ്ഞ് വെൽക്കം ടു എഡ്വെയർ എന്ന് എഴുതി, അത് അടുത്ത സ്ട്രിങ് ആണ്, അടുത്ത ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ. അപ്പോൾ രണ്ട് സ്ട്രിങ്ങുകൾ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ പ്രിൻ്റ് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം രണ്ട് ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ ഹലോ എന്ന് എഴുതുന്നു, നമ്മൾ കോമ ഇടുന്നു, അടുത്ത കാര്യം എഴുതുന്നു, വെൽക്കം ടു എഡ്വെയർ എന്നുള്ള അടുത്ത സ്ട്രിങ് എഴുതുന്നു, എൻ്റർ അടിക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഹലോ സ്പേസ് ഇട്ടിട്ട് വെൽക്കം ടു എഡ്വെയർ, നമ്മുടെ ആദ്യത്തെ സ്ട്രിങ് എഴുതി കാണിച്ചു, അത് കഴിഞ്ഞ് ഒരു സ്പേസ് വന്നതിന് ശേഷം അടുത്ത സ്ട്രിങ് എഴുതി കാണിച്ചു, വെൽക്കം ടു എഡ്വെയർ. ഓക്കെ, അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് ആ ഒരു കാര്യം ചെയ്തു. അപ്പോൾ ഒരു പേനയുടെ വിലയാണ് ഇനി നമുക്ക് പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെങ്ങനെ നമ്മൾ പ്രിൻ്റ് ചെയ്ത് കാണിക്കും? ഞാൻ ചെയ്യാണ്, പ്രിൻ്റ് എന്ന് ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് എഴുതുന്നു? പ്രൈസ് വിലയാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? 125 രൂപയാണ്. അപ്പോൾ 125 എന്ന് കൊടുക്കുന്നു. പ്രൈസ് 125 ആണെന്ന് കൊടുക്കുന്നു. ഞാൻ എൻ്റർ അടിക്കുന്നു. അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് 125, പ്രൈസ് കോളൻ 125 എന്ന് സിമ്പിളായിട്ട് വന്നല്ലേ? അപ്പോൾ ഇതിലൊരു പ്രത്യേകത നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യത്തെ കാര്യം നമ്മളൊരു ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ നമ്പർ കൊടുത്തിരിക്കുന്നത് ഇൻവെർട്ടഡ് കോമാസിലല്ല, വെറുതെ ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഒരു സ്ട്രിങ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ, സ്ട്രിങ് വെറുതെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിൻ്റ് എന്ന് എഴുതിയതിന് ശേഷം അതിലൊരു സ്ട്രിങ് വെറുതെ കൊടുക്കുകയാണ്. ഇൻവെർട്ടഡ് കോമാസ് ഇടാതെ പ്രൈസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കുക. ഇൻവെർട്ടഡ് കോമാസ് ഇടാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ എററാണ് സംഭവിക്കുക, അതായത് തെറ്റാണെന്ന് പറയാം. പക്ഷേ നമ്മളൊരു നമ്പർ ഇൻവെർട്ടഡ് കോമാസ് ഇല്ലാതെ കൊടുത്തപ്പോൾ കറക്റ്റായിട്ട് പ്രിൻ്റ് ആയി. എന്തുകൊണ്ടാണ്? കമ്പ്യൂട്ടർ ഓരോ കാര്യങ്ങളെയും ട്രീറ്റ് ചെയ്യുന്നത്, ഓരോ ടൈപ്പ് ഡാറ്റേനെയും ട്രീറ്റ് ചെയ്യുന്നത് പല വിധത്തിലാണ്. ഇപ്പോൾ 125 എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. നമ്പറിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല ഒരു സ്ട്രിങ്ങിനെ ട്രീറ്റ് ചെയ്യുക. സ്ട്രിങ് എന്ന് പറയുന്നത് നമ്പറുകളും ക്യാരക്ടറുകളും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കൂട്ടമാണ്.
അതിനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെയല്ല ഒരു നമ്പറിനെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ടൈപ്പ് ഡാറ്റകളുണ്ട്, അതായത് പല ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഡാറ്റ ടൈപ്സ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഓരോ ഡാറ്റേനെയും ഓരോ രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്പറിനെ ആണെങ്കിൽ ഇൻറ്റിജറായിട്ടും, ഇപ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉള്ള, അതായത് ഡെസിമൽ പോയിൻ്റ് ഉള്ള, ഇപ്പോൾ 125.3 എന്ന് പറയുന്ന ഒരു നമ്പർ ആണെങ്കിൽ അതിന് ഒരു ഡെസിമൽ പോയിൻ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് ഉള്ള നമ്പറുകളെ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് എന്നുള്ള രീതിയിലാണ് കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇൻറ്റിജർ നമ്പറുകൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലുണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്പേഴ്സ് തന്നെ ഇൻറ്റിജറും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സും ഉണ്ട്. ഇത് പൈത്തണിൻ്റെ മാത്രമാണ് ഇങ്ങനെ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റും. ഇനി ഇതിലും കൂടുതൽ കാര്യങ്ങൾ പല ലാംഗ്വേജുകളിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഡാറ്റ ടൈപ്പുകൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇൻറ്റിജറുണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉണ്ട്, സ്ട്രിങ്ങുകളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള പല ഡാറ്റ ടൈപ്സ് നമുക്കുണ്ട്. ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഡാറ്റയെ എങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നു കമ്പ്യൂട്ടറിനുള്ളിൽ, അതാണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത്. അത് ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ നമ്പേഴ്സ് മാത്രമായിരിക്കും, അതായത് -1, -2, -3, 0, 1, 2, 3 അങ്ങനെ ഉള്ള ഒരു ഇൻറ്റിജർ നമ്പേഴ്സ് മാത്രമായിരിക്കും ഇൻറ്റിജർ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുക. ഇനി അതുപോലെ തന്നെ 125.3, 2.3, 3.5 അതുപോലെയുള്ള ഡെസിമൽ പോയിന്റുകളുള്ള നമ്പറുകളെ സ്റ്റോർ ചെയ്യാനാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി സ്ട്രിങ്ങുകളെ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ സ്ട്രിങ് ഡാറ്റ ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യും. അപ്പോൾ ഇതുപോലെ പല ഡാറ്റ ടൈപ്സ് ഇനിയും ഉണ്ട്, പക്ഷേ നമ്മൾ ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഈ ഡാറ്റ ടൈപ്സ് പോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. ഇപ്പോൾ മാത്സിൽ നമ്മൾ അറിയാത്ത ഒരു വാല്യൂവിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ എക്സ് എന്ന് പറഞ്ഞിട്ട് അസൈൻ ചെയ്യും അല്ലേ. അപ്പോൾ നമുക്കൊരു നമ്പറിനെ താൽക്കാലികമായിട്ട് ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ വേരിയബിൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാം. ഞാൻ മൈ ഇൻഡ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. മൈ ഇൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ഇൻഡ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേര് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെമ്മറി ലൊക്കേഷൻ, ഈ ഒരു പേരിന് സമാനമായിട്ടൊരു മെമ്മറി ലൊക്കേഷൻ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു സ്റ്റോറേജിലെ ഒരു സ്പേസ്. ഇപ്പോൾ നമ്മുടെ അടുക്കളയിൽ കുറേ സ്ഥലങ്ങളുണ്ടെങ്കിൽ, ഷെൽഫ് ഉണ്ടെങ്കിൽ, ആ ഷെൽഫുകൾക്ക് നമ്മൾ ഓരോന്നിനും ഓരോ പേര് കൊടുത്തു എന്ന് വെച്ചു. 1, 2, 3 എന്ന് പറഞ്ഞൊരു പേരുകൾ കൊടുത്തു എന്ന് വെച്ചു. അല്ലെങ്കിൽ വേണ്ട 1, 2, 3 എന്ന് വേണ്ട, ഞാൻ ആദ്യത്തെ ഷെൽഫിന് ഗ്രോസറി എന്ന് പേര് കൊടുത്തു, രണ്ടാമത്തെ ഷെൽഫിന് ഞാൻ സ്റ്റേഷനറി എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ ഗ്രോസറി എന്ന് പറയുന്ന ഷെൽഫിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് വെക്കണമെങ്കിലും ഗ്രോസറി എന്ന പേര് ഉപയോഗിച്ചാൽ മതിയല്ലേ. ആ ഷെൽഫിന് എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കണമെങ്കിലും ഗ്രോസറി എന്ന് പറയുന്ന ഷെൽഫിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറയാം. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മൈ ഇൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഞാൻ ഇനിഷ്യേറ്റ് ചെയ്യാണ്. ഈ മൈ ഇൻഡ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, മൈ ഇൻഡ് എന്ന് പറഞ്ഞ പേരിൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ ഒരു മെമ്മറി സ്പേസ് ഉണ്ടാക്കും. മെമ്മറി സ്പേസ് ഉണ്ടാക്കാമല്ല, മെമ്മറി സ്പേസ് ഉണ്ട്. ആ ഒരു സ്പേസിന് മൈ ഇൻഡ് എന്ന് പേര് കൊടുത്തിട്ട് അത് മൈ ഇൻഡിന് വേണ്ടി റിസർവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ മൈ ഇൻഡ് എന്നുള്ള പേരിൽ മാത്രം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാനും അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാനും പറ്റുള്ളൂ. അപ്പോൾ മൈ ഇൻഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ നമുക്കിപ്പോൾ കിട്ടി. അപ്പോൾ ഈ മൈ ഇൻഡ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലേക്ക് ഞാൻ ഒരു നമ്പർ എടുത്ത് വെക്കാൻ പോവാണ്. അതെങ്ങനെ വയ്ക്കാം, മൈ ഇൻഡ് ഈക്വൽ ടു ഞാൻ ഒരു നമ്പർ എടുത്ത് വയ്ക്കാൻ പോവാണ്, 1 എന്ന് എടുത്ത് വയ്ക്കുന്നു. അപ്പോൾ മൈ ഇൻഡ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ, അതായത് ഒരു മെമ്മറി ലൊക്കേഷന് മൈ ഇൻഡ് എന്ന് പേര് കൊടുത്തു, അതിൻ്റെ ഉള്ളിൽ 1 എന്ന് പറയുന്ന ഒരു നമ്പർ സ്റ്റോർ ചെയ്തു. അതായത് മൈ ഇൻഡ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ആ മൈ ഇൻഡിൻ്റെ ഉള്ളിലേക്ക് 1 എന്ന് പറയുന്ന നമ്പറിനെ എടുത്തു വെച്ചു. ഇനി എനിക്ക് മൈ ഇൻഡിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യണം. മൈ ഇൻഡിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് എനിക്കറിയണം. അപ്പോൾ അതിനെന്താ ചെയ്യുക, ഞാൻ ജസ്റ്റ് മൈ ഇൻഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, 1 എന്ന് വന്നു അല്ലേ. അപ്പോൾ മൈ ഇൻഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്തെടുത്ത് വെച്ചു, അവിടെ 1 വന്നു, 1 എടുത്ത് വെച്ചു. ആ എടുത്തു വെച്ച കാര്യം അവിടെ വന്നു. അത് കഴിഞ്ഞ് മൈ ഇൻഡ് എന്നുള്ള പേര് കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മൈ ഇൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യം പുറത്തേക്ക് കിട്ടി. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഞാനൊരു പണി ചെയ്യാൻ പോവാണ്. മൈ ഇൻഡ് എന്നുള്ളത് മൈ ഇൻഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, മൈ ഇൻഡിൻ്റെ ഉള്ളിലേക്ക് ഞാൻ 3 എന്ന് കൊടുക്കുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, നേരത്തെ അവിടെ 1 ആയിരുന്നു ഇരുന്നതല്ലേ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മൈ ഇൻഡ് ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ആ മൈ ഇൻഡിൽ 1 മാറ്റിയതിന് ശേഷം അവിടെ 3 വന്നു. ഇപ്പോൾ മൈ ഇൻഡ് എന്ന് പറയുന്ന ആ മെമ്മറി ലൊക്കേഷനിലുള്ളത് എന്താണ്, 3 ആണ്. നമുക്ക് മൈ ഇൻഡ് അത് ശരിയാണോ നോക്കാം. മൈ ഇൻഡ് എന്ന് ജസ്റ്റ് ഒന്ന് കൊടുക്കാം. മൈ ഇൻഡിൻ്റെ വാല്യൂ ഒന്ന് പ്രിൻറ്റ് ചെയ്യാം. എൻ്റർ കൊടുക്കുന്നു, 3 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. കാരണം ഇപ്പോൾ മൈ ഇൻഡിൻ്റെ ഉള്ളത് 3 ആണ്. ഞാൻ മൈ ഇൻഡ് ഉള്ളത് മൈ ഇൻഡ് ഈക്വൽ ടു 5 എന്ന് കൊടുക്കുന്നു. മൈ ഇൻഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, 5 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ മൈ ഇൻഡിൻ്റെ ഉള്ളിലുള്ള കാര്യം നമുക്ക് 5 ആണെന്ന് ഇപ്പോൾ കിട്ടി. ഇനി ഒരു വേരിയബിളിൻ്റെ ഉള്ളിലുള്ള വാല്യൂ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ മൈ ഇൻഡ് എന്ന് ജസ്റ്റ് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വാല്യൂ എന്താണെന്ന് പ്രിൻ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ ആയിരിക്കില്ല സാധാരണ വരുന്നത് എങ്ങനെയാണ്, സാധാരണ വരുന്നത്
നമ്മൾ പ്രിൻറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് വേണം മൈ ഇൻറ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്യാൻ. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രിൻറ്റ് ഫംഗ്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് മൈ ഇൻറ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ മൈ ഇൻറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ മൈ ഇൻറ്റ് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് വരിക. ഞാൻ പ്രിൻ്റ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ഇൻവെർട്ടഡ് കോമാസ് ഇല്ല, അത് ഓർക്കണം. ഇൻവെർട്ടഡ് കോമാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്ട്രിംഗ് ആയിട്ടായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഇൻവെർട്ടഡ് കോമാസ് ഇല്ലെങ്കിൽ മൈ ഇൻറ്റിൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്ത് വരിക. ഓക്കെ, എൻ്റർ അടിച്ചു. എന്ത് സംഭവിച്ചു? മൈ ഇൻറ്റിൻ്റെ വാല്യൂ വന്നു. ഇനി ഞാൻ ജസ്റ്റ് ഇൻവെർട്ടഡ് കോമാസ് ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇൻവെർട്ടഡ് കോമാസ് ഇട്ടിട്ട് മൈ ഇൻറ്റ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, മൈ ഇൻറ്റ് എന്ന് കൊടുത്തു, ഞാൻ എൻ്റർ അടിച്ചു. എന്ത് സംഭവിച്ചു? മൈ ഇൻറ്റ് എന്ന് തന്നെ പ്രിൻറ്റ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ ഇടുന്ന എന്ത് കാര്യം അതിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. കമ്പ്യൂട്ടർ പൈത്തൺ ഇൻ്റർപ്രറ്റർ അതിനെ ഒരു സ്ട്രിംഗ് ആയിട്ട് മാത്രം കൺസിഡർ ചെയ്യുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻവെർട്ടഡ് കോമാസിൻ്റെ ഉള്ളിൽ കൊടുക്കരുത്. ഒരു വേരിയബിളിൻ്റെ വാല്യൂ നമുക്ക് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ വേരിയബിളിൻ്റെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ മൈ ഇൻറ്റിൻ്റെ വാല്യൂ പ്രിൻറ്റ് ചെയ്ത് തന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ അടുത്ത ഒരു ലെവലിലേക്ക് കിടക്കാം. നമുക്ക് എന്താ ചെയ്യേണ്ടത്? വാല്യൂ ഓഫ് മൈ ഇൻറ്റ് എന്ന് പറയുന്നത് മൈ ഇൻറ്റിൻ്റെ വാല്യൂ ആണെന്നുള്ള രീതിയിൽ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനെന്ത് ചെയ്യാം? ഞാൻ കൊടുക്കുകയാണ്, പ്രിൻറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, വാല്യൂ ഓഫ് മൈ ഇൻറ്റ് ഈക്വൽ ടു ഇൻവെർട്ടഡ് കോമേഴ്സ് ക്ലോസ് ചെയ്യുന്നു. കാരണം എന്തുകൊണ്ടാണ്? അത് മൊത്തം ഒരു സ്ട്രിംഗ് ആണ്. വാല്യൂ ഓഫ് മൈ ഇൻറ്റ് ഈക്വൽ ടു മൈ ഇൻറ്റിൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്ത് തന്നത്. അപ്പോൾ വാല്യൂ ഓഫ് മൈ ഇൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ പ്രിൻറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അതൊരു സ്ട്രിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യണം. വാല്യൂ ഓഫ് മൈ ഇൻറ്റ് എന്ന് പറയുന്നത് ഞാൻ കോമ ഇടുന്നു, അടുത്തൊരു കാര്യം കൂടെ പ്രിൻറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാണ് കോമ ഇടുന്നത്. മൈ ഇൻറ്റ് ആണ്, മൈ ഇൻറ്റിൻ്റെ വാല്യൂ ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമാസ് ഇല്ലാതെ മൈ ഇൻറ്റ് എന്ന് എഴുതിയത്. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. എന്ത് സംഭവിച്ചു? വാല്യൂ ഓഫ് മൈ ഇൻറ്റ് ഈക്വൽ ടു 5 എന്ന് വന്നു അല്ലേ? അപ്പോൾ മൈ ഇൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണെന്ന്, മൈ ഇൻറ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂ ആണെന്ന് 5 ആണെന്ന് കറക്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി മൈ ഇൻറ്റിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ സ്റ്റോർ ചെയ്ത ഒരു നമ്പർ ആണല്ലേ. നമുക്ക് ഇനി അടുത്തൊരു വേരിയബിൾ നോക്കാം. മൈ സ്ട്രിംഗ്, അതാണ് എൻ്റെ വേരിയബിൾ. മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന വേരിയബിളാണ്. ഈ വേരിയബിളിൻ്റെ ഉള്ളിൽ എന്താണ് എനിക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? ഒരു സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. എന്താണ് ആ സ്ട്രിംഗിൽ വരേണ്ടത്? എൻ്റെ പേരാണ്, മനു എന്ന് പറയുന്ന പേരാണ് എനിക്ക് ആ സ്ട്രിങ്ങിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ മൈ സ്ട്രിംഗ് ഈക്വൽ ടു മനു എന്ന ഇൻവെർട്ടഡ് കോമാസിൽ ഞാൻ കൊടുത്തു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, അതിനൊരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്തു, ഒരു കമ്പ്യൂട്ടറിനുള്ള മെമ്മറിയിൽ ഒരു സ്പേസ് അലോക്കേറ്റ് ചെയ്തു. ആ സ്പേസിന് മൈ സ്ട്രിംഗ് എന്ന് പേര് കൊടുത്തു. നമ്മൾ റെഫർ ചെയ്യുന്നത് മൊത്തം മൈ സ്ട്രിംഗിലേക്ക് ആയിരിക്കും. അപ്പോൾ ആ ഒരു മെമ്മറി ലൊക്കേഷൻ നമുക്കുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് ഈക്വൽ ടു കൊടുത്ത് മനു എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. ഇപ്പോൾ മനു എന്ന് പറയുന്ന ഒരു സ്ട്രിംഗ് എവിടെ ഉണ്ട്? മൈ സ്ട്രിംഗ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട് അല്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു? മൈ സ്ട്രിംഗ് ഈക്വൽ ടു മനു എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മൈ സ്ട്രിംഗിലേക്ക് മനു എന്ന് പറയുന്ന സ്ട്രിംഗ് പോയി സ്റ്റോർ ചെയ്തു. ഞാൻ എൻ്റർ അടിച്ചു, ഇപ്പോൾ പോയി സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ സംഭവിക്കേണ്ടത്? ഇനി എനിക്ക് മൈ സ്ട്രിംഗിൻ്റെ ഉള്ളിലുള്ള വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്തില്ല. അതിനെന്താ ചെയ്യാം? ഞാൻ പ്രിൻറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു? മൈ സ്ട്രിംഗ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ മൈ സ്ട്രിംഗിൻ്റെ ഉള്ളിലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്ത് വരും അല്ലേ? മൈ സ്ട്രിംഗ് എന്ന് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു, മനു എന്ന് പ്രിൻറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്കൊരു കുറച്ചും കൂടെ ആർഭാടത്തിന് വേണ്ടി പ്രിൻറ്റ് വാല്യൂ ഓഫ് മൈ സ്ട്രിംഗ് ഈക്വൽ ടു കോമയിൽ മൈ സ്ട്രിംഗ് എന്ന് കൊടുക്കുന്നു. മൈ സ്ട്രിങ്ങിൻ്റെ വാല്യൂ വരും, എൻ്റർ അടിക്കുന്നു. എന്ത് സംഭവിച്ചു? വാല്യൂ ഓഫ് മൈ സ്ട്രിംഗ് എന്ന് പറയുന്നത് മനു ആണെന്ന് കറക്റ്റായിട്ട് വന്നു. ഇനി ഞാൻ എന്താ ചെയ്യണേ? ഇനി മൈ സ്ട്രിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഞാൻ വേറൊരു വാല്യൂ കൊടുക്കുകയാണ്. മൈ സ്ട്രിംഗ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ, ഞാൻ ഇത്ര നേരം ഡബിൾ കോട്ട്സ് ആയിരുന്നു സ്ട്രിങ്ങിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സിംഗിൾ കോട്ട്സിൽ ഞാൻ ഹായ് എന്ന് സ്റ്റോർ ചെയ്യുന്നു. സിംഗിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. സിംഗിൾ കോട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. നമുക്ക് നോക്കാമല്ലേ? ഞാനത് വീണ്ടും ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് മൈ സ്ട്രിംഗ് ഒന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? ഹായ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ സിംഗിൾ കോട്ട്സ് ആയാലും ഡബിൾ കോട്ട്സ് ആയാലും പ്രശ്നമില്ല. ഏത് സ്ട്രിംഗ് പ്രിൻറ്റ് ചെയ്യണമെങ്കിലും സിംഗിൾ കോട്ട്സ് ആയാലും ഡബിൾ കോട്ട്സ് ആയാലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് സ്ട്രിങ്ങുകൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിച്ചത്? ആദ്യം മനു എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരുന്നു ഇരുന്നത്. ഞാൻ പിന്നീട് മൈ സ്ട്രിംഗ് ഈക്വൽ ടു ഹായ് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മനു എന്ന് പറയുന്ന വാല്യൂവിനെ എടുത്ത് മാറ്റി, എന്നിട്ട് അവിടെ ഹായ് വെച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം അസൈൻ ചെയ്യുമ്പോഴും, ഓരോ വാല്യൂസ് അസൈൻ ചെയ്യുമ്പോഴും ഇതിനെ അസൈൻമെൻറ്റ് എന്നാണ് പറയുക. ഈക്വൽ ടു ഇട്ടിട്ട് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു വേരിയബിളിൻ്റെ നെയിം ഈക്വൽ ടു ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആ വാല്യൂ അതിനകത്തേക്ക് അസൈൻ ചെയ്യാണ്, ആ സ്ട്രിങ്ങിലേക്ക് അസൈൻ ചെയ്യാണ്. അപ്പോൾ അതിൽ എന്ത് വാല്യൂ നേരത്തെ ഉണ്ടെങ്കിലും, ഇപ്പോൾ ഈ മൈ സ്ട്രിങ്ങിൻ്റെ ഉള്ള എന്ത് വാല്യൂ ഉണ്ടെങ്കിലും അതിനെ
കളഞ്ഞിട്ട് അവിടെ വേറൊരു വാല്യൂ കയറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർക്കണം, ഒരു അസൈൻമെൻറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്ത് വാല്യൂ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും അതിനെ കളഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വാല്യൂ എടുത്ത് വയ്ക്കുന്നത്. അപ്പോൾ മനു എന്നുണ്ടെങ്കിൽ അടുത്ത ഹായ് എന്ന് പറഞ്ഞ ഈക്വൽ ടു മൈസ്ട്രിങ് ഈക്വൽ ടു ഹായ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മനുവിനെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് അവിടെ ഹായ് വെച്ചത്. അപ്പോൾ അതുപോലെ ആയിരിക്കും എല്ലാ അസൈൻമെൻറ്റ് ഓപ്പറേഷനും നടക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറും കൂടി എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിക്കാം. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഡെസിമൽ പോയിന്റുള്ള നമ്പറുകളാണെന്ന്. അപ്പോൾ എനിക്ക് 3.5 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. അപ്പോൾ 3.5 എന്ന് പറയുന്ന നമ്പർ എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. എന്താ ചെയ്യുക, ഞാൻ 3.5 എന്ന് പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് ഒരു വാല്യൂവിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഒരു ഫ്ലോട്ട് എന്ന് പറയുന്ന മൈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ. ഇപ്പോൾ വേരിയബിളിൻ്റെ പേര് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേരുകൾ കൊടുക്കാം. കുറച്ച് കൺവെൻഷൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പേര് കൊടുക്കാം. പക്ഷേ പേര് കൊടുക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പിന്നീടായാലും ഈ ഒരു കോഡ് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിയിൽ വേണം പേരുകൾ കൊടുക്കാൻ. അപ്പോൾ ഞാൻ മൈ ഫ്ലോട്ട് എന്ന് പറയുന്ന രീതിയിൽ മൈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് 2.5 എന്ന് കൊടുക്കുന്നു. അപ്പോൾ മൈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഒരു വേരിയബിൾ എടുത്തു വെച്ചു, ലൊക്കേഷൻ അതിന് വേണ്ടി അലോക്കേറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിലേക്ക് 2.5 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ അസൈൻ ചെയ്യുന്നു. എൻ്റർ അടിച്ചു. എന്ത് സംഭവിച്ചു? മൈ ഫ്ലോട്ട് ഒന്നും കാണിക്കുന്നില്ല, പക്ഷേ ബാക്കിൽ എന്ത് സംഭവിച്ചു? മൈ ഫ്ലോട്ട് എന്ന് പറയുന്ന ഇതിൻ്റെ ഉള്ളിലേക്ക് 2.5 എന്ന് പറയുന്ന വാല്യൂ എടുത്തു വെച്ചു. അപ്പോൾ മൈ ഫ്ലോട്ട് ഈക്വൽ ടു 2.5 ആണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. പ്രിൻ്റ് എന്ത് ചെയ്യുന്നു? മൈ ഫ്ലോട്ട് എന്ന് പ്രിൻ്റ് ചെയ്യുന്നു. അതായത് മൈ ഫ്ലോട്ടിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്യുന്നു. നോക്കിയാൽ നമുക്ക് 2.5 എന്ന് പ്രിൻ്റ് ചെയ്ത് തന്നു അല്ലേ? അപ്പോൾ പ്രിൻ്റ് മൈ ഫ്ലോട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞപ്പോൾ മൈ ഫ്ലോട്ടിൻ്റെ ഉള്ളിലുള്ള വാല്യൂ 2.5 കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്ത് തന്നല്ലേ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടുത്തൊരു കാര്യം നോക്കിയാലോ. നമുക്ക് കുറച്ചും കൂടെ ആർഭാടത്തിന് വേണ്ടി എന്ത് ചെയ്യും, നമ്മൾ പ്രിൻറ്റിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൽ എന്ത് ചെയ്യുന്നു, വാല്യൂ ഓഫ് മൈ ഫ്ലോട്ട് വാല്യൂ ഓഫ് മൈ ഫ്ലോട്ട് ഈക്വൽ ടു ഇൻവെർട്ടർ കോമേഴ്സ് ക്ലോസ് ചെയ്യുന്നു, മൈ ഫ്ലോട്ട് എന്ന് കൊടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, വാല്യൂ ഓഫ് മൈ ഫ്ലോട്ട് ഈക്വൽ ടു 2.5 എന്നല്ലേ. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളായാലും നമുക്ക് ഇതേപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻഡിജേഴ്സ് നമ്മൾ പഠിച്ചു. ഇൻഡിജർ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, -1, -2, -3 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഇൻഡിജർ നമ്പറുകൾ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ പറയാനാണ് ഇൻഡിജേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകൾ നമ്മൾ പഠിച്ചു, അതായത് പോയിൻ്റുള്ള ഡെസിമൽ പോയിന്റുകളുള്ള നമ്പേഴ്സ്, അതാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്ട്രിങ്ങുകൾ പഠിച്ചു, അതായത് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ABCD 1, 2, 3, 4 സ്പെഷ്യൽ ക്യാരക്ടേഴ്സ്, ഹാഷ്, അറ്റ് അതുപോലെയുള്ള സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എല്ലാം കൂടിയ ഒരു കോമ്പിനേഷൻ. അതേപോലെയുള്ള സ്ട്രിങ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിൽ പഠിക്കുമെങ്കിലും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടെങ്കിലൊക്കെ കൃത്യമായിട്ട് പറയണം. കാരണം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാം ക്ലിയർ ചെയ്ത് പോകണം. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഈ ഒരു കോഴ്സ് ഞാൻ ചെയ്യുന്നത് വെറുതെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് തന്നെ ഒരു കണ്ണീച്ച് വരെ ഇല്ലാണ്ട് നിങ്ങൾ വന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുമ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഓർത്തിട്ട് വേണം വരാൻ. താങ്ക് യു.